ഹലോ നമസ്കാരം ഗായ്സ്. ഞാൻ നട്ട തക്കാളിച്ചെടി ഏകദേശം കായ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫ്ലവറും കായൊക്കെ ഏകദേശമായി 4 തയ്യ നട്ടത്. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് കുറച്ച് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാമെന്ന് കരുതി. നമ്മൾ മണ്ണ് ഏകദേശം അടുപ്പിച്ച് കൊണ്ടേയിരിക്കണം. ഇടവിട്ട് ഇങ്ങനെ കുറച്ച് അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പുഷായിട്ട് നല്ല തക്കാളി നമുക്കൊന്നുണ്ടാവും. ഈ അടുപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് കരിയില വെച്ച് അടുപ്പിക്കുകയാണെങ്കിൽ വളരെ ഉഷാറായി. അത് യാതൊരു വളവും വേണ്ട, വെറുതെ കായ്ക്കും. ഞാനിത് കുറച്ച് മണ്ണടുപ്പിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നല്ല കായ്ഫലം കിട്ടും. ഇങ്ങനെ ചെയ്താൽ വാട്ടരോഗം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ വേറെ പുഴുക്കുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ പഴയ കാല രീതിയാണിത്. തോല് വെച്ച് മണ്ണിട്ട് കൊടുക്കൽ, അത് മതി എല്ലാത്തിനും വളം. ഇനി തണുപ്പ് സമയം വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല തക്കാളിയൊക്കെ നല്ലോണം കായ്ക്കുന്ന സമയമാണ്. ശീതകാല പച്ചക്കറി ഉണ്ടാക്കുന്ന സമയമായി നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയത്. കാരണം നല്ല കായ്ഫലം കിട്ടിയിരിക്കുന്നു. തക്കാളിക്ക് മാർക്കറ്റിൽ വില കമ്മിയാണെന്ന് കരുതി നമ്മൾ കൃഷി ചെയ്യാതിരിക്കരുത്. നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി പറിച്ച് കഴിക്കുന്നത് അത് വേറെ രസം തന്നെ. അതിന് എത്ര വില മതിച്ചാലും കിട്ടുകയില്ല. കാരണം നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് പറിച്ച് നമ്മളെ മക്കളും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെ. പച്ചക്കറി നമുക്ക് ഏത് പച്ചക്കറിയും നമ്മളെ മാർക്കറ്റിൽ ചെറിയ വിലക്ക് കിട്ടും. പക്ഷേ കെമിക്കലും കാര്യങ്ങളും മരുന്നൊക്കെ അടിച്ചതാണ്, കീടനാശിനി അടിച്ചതാണ്. പക്ഷെ നമ്മൾ സ്വന്തം ഉണ്ടാക്കി അതിന് എന്തും കെമിക്കലും കാര്യങ്ങളൊന്നും അടിക്കാതെ നല്ല ജൈവ രീതി ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെ. ഈ തക്കാളിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ തക്കാളി അങ്ങനെ പച്ചയോടെ കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന തക്കാളിയൊന്നും ഒന്ന് തൊടാനും കൂടിയും പറ്റില്ല, കഴുകാതെ വാഷ് ചെയ്യാതെ അത് തൊടാനും കൂടിയും പറ്റില്ല. അത്രയും മാരകമായ കെമിക്കൽ അടിച്ചു കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തക്കാളി തൈയോ 2 തക്കാളി തൈയൊക്കെ ഇതുപോലെ നടുക. തൈ നടുമ്പോൾ നല്ല ഹൈബ്രിഡ് തൈ തിരഞ്ഞെടുക്കുക. എന്നാൽ നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നമ്മൾ നട്ടിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കാതെ ഇത് ഉണങ്ങിപ്പോയി, ഇത് പുഴുക്കുത്തായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളെപ്പോലെ നോക്കണം. എന്നാലേ അതിമേ ചെറുതാവുമ്പോൾ നല്ല മക്കളെപ്പം നോക്കണം. എന്നാലേ അതിന്മേൽ കായ്ഫലം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഏത് സമയത്തും ശ്രദ്ധിക്കണം. ഇലമ പുഴുക്കുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചിടണം. അതുപോലെ ചെയ്യണം. എന്നാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് നല്ല മണ്ണിട്ട് കൊടുത്തു. ഇനിയിപ്പം കാര്യമായിട്ട് മണ്ണൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല മണ്ണ് കൊടുത്തു. അതിൻ്റെ ചുറ്റുഭാഗം കരിയിലും പുല്ലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മേലൊക്കെ മണ്ണിട്ട് കൊടുത്തു. ഇനി അങ്ങനെ കായ്ച്ചോളും. ഇനി കുറച്ച് വെയിലാണെങ്കിൽ കുറച്ചാണോ നല്ല ബുഷായി കണ്ടോ. ഞാൻ ഒരാഴ്ച മുന്നേ വീഡിയോ ഇട്ടിന്. അന്നത്തിലാറ് ഉഷാറായി ബുഷായി നല്ല തൂണ കൊടുത്തു ഉഷാറായി. കായ്ഫലം പിന്നെ കണ്ടോ ഏകദേശം ഫ്ലവറായി, നല്ല ഫ്ലവറായി. കൊല തക്കാളിയാണിത്. ഓക്കെ, നമസ്കാരം.